അല്ലേ? എന്തൊക്കെയുണ്ട് നമ്മുടെ ശരീരത്ത്? പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? വായുണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട്, പൃഥ്വിയുണ്ട്, പിന്നെ ആകാശമുണ്ട്, അല്ലേ? അഞ്ചെണ്ണമുണ്ട്. അതുകൊണ്ടാണ് മരണപ്പെടുമ്പോൾ നമ്മൾ ഈ അഞ്ചെണ്ണത്തിനകത്ത് വെച്ചാണ് ഈ ശരീരത്തെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും. നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോഴേ അത് പൂർണ്ണത വരുള്ളൂ. അനിലേ അനിലേ ഒരു പൊടിക്കടിയിലേ ഒന്ന് കുറച്ച് ഒത്തിരി എടുത്തടിക്കണം. അപ്പോ പഞ്ചഭൂതങ്ങൾ കൊണ്ട് അല്ലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കണ ശരീരം പഞ്ചഭൂതത്തിൽ തിരിച്ചു കൊടുക്കണം. അപ്പൊ ശരീരത്തെ അവിടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ ഈ ശരീരമല്ല എന്ന ബോധത്തെ ഉറയ്ക്കുക. കാരണം നമ്മുടെ എല്ലാം അഹംഭാവം ഈ ശരീരം കൊണ്ടാണ്, അല്ലേ? അപ്പൊ നമ്മളൊരാള് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഞാൻ ചോദിക്കാം, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നമ്മുടെ പേര് പറയുന്ന ഞാൻ ഇന്ന ആളാണ്. അയ്യോ അതെനിക്ക് മനസ്സിലായില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ആരാ ഒന്നുകൂടെ പറഞ്ഞാൽ വ്യക്തമാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പേരും വീട്ടുപേരും ആ കുടുംബത്തിൽ ആരെയാണോ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ആ ആളിന്റെ പേരും വെച്ചിട്ട് ഞാൻ ഇന്നടത്ത ഇന്ന ആളിന്റെ ഇന്ന ആളാ, അല്ലേ? എന്നല്ലേ പറയണേ? അപ്പൊ നമ്മൾ ആരാ എന്ന് ചോദിച്ചാൽ ആദ്യം പറയണത് പേരാണ്. ഈ പേരെന്നാ കിട്ടിയേ? നമുക്ക് ഈ പേര് കിട്ടിയതെന്നാ? 28-ന് 27-നല്ലല്ലോ. 27-ന് പേര് കിട്ടിയവർ വല്ലവരും ഉണ്ടോ? ആരുമില്ല. അല്ല, ചിലയിടത്ത് 27-ന് പേര് കിട്ടുന്നവരുണ്ട്. അപ്പൊ 28-ന് ആ പേര് കിട്ടിയത്. അപ്പൊ 28-ന് പേര് കിട്ടുന്നത് വരെ നമ്മൾ ഇവിടെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം നമ്മൾ എവിടെ ആയിരുന്നു? ന് ആ പേര് കിട്ടി, അല്ലേ? ആ പേര് എന്തിനോട് ചേർത്ത് വെച്ചു? ഈ ശരീരത്തോട് ചേർത്ത് വെച്ചു, ആണല്ലോ, അല്ലേ? എന്നിട്ട് ഈ ശരീരത്തെ തൊട്ടല്ലേ പറയണേ ഞാൻ ഇന്നിടത്തിന്നാരാണെന്ന്. അപ്പൊ എന്റെ ചോദ്യം, 28-ന് മുമ്പ് ഞാൻ ഇല്ലായിരുന്നോ? അന്നേരം എന്താ തൊടാഞ്ഞ്? അപ്പൊ നമ്മൾ അഭിമാനിക്കണത് ഈ ശരീരത്തിലാണ്. അഭിമാനം കൊള്ളുന്നത് മുഴുവൻ ഈ ശരീരത്തിൽ. അതുകൊണ്ടാ ചോദിക്കുന്നത് ഞാൻ ആരാന്ന് നിനക്ക് ചോദിക്കാറില്ലേ? ഭദ്രകാളിയുടെ സ്വരൂപത്തിലാകുമ്പോൾ ചോദിക്കാറില്ല ഞാൻ ആരാ നിനക്ക് അറിയാമോടി, ഇല്ലേ? ചോദിക്കാറില്ലേ? ചോദിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ പപ്പു പറഞ്ഞ പോലെ പറയും, നീ ആരാന്ന് നിനക്കറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്ക, അല്ലേ? അപ്പൊ ഞാൻ പറയാം ഞാൻ ആരാന്നും നീ ആരാന്ന്. പപ്പു പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ചിരിച്ചു തള്ളി, ഇല്ലേ? സിനിമയിലെ ഒരു ഡയലോഗും ആയതുകൊണ്ടും അത് കുതിരവട്ടം പപ്പുവാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ചിരിച്ചു തള്ളി. സത്യത്തിൽ എന്താ അദ്ദേഹം പറഞ്ഞേ? ചിന്തിച്ചിട്ടുണ്ടോ? നീ ആരാന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്ക, നീ ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാന്നും നീ ആരാന്നും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കൊരു വസ്തു അറിയനെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ ആരോടാ ചെന്ന് ചോദിക്കാം? നമുക്കൊരു സംഗതിയെ കുറിച്ച് അറിയില്ല എങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവരോട് നമ്മൾ ചോദിക്കും. അപ്പൊ ആ ആളിനെ നമ്മൾ ഏത് സ്ഥാനത്താണ് കാണുക?
ഗുരുവിന്റെ സ്ഥാനത്താണ്, അല്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? നീ ആരാന്ന് നിനക്കറിയത്തില്ലേ, നീ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ ആരാ ഇവിടെ? സത്യത്തിൽ ഗുരുവാ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞുതരാന്നാ പറഞ്ഞേ? ഞാൻ ആരാന്നും പറഞ്ഞു തരാം, നീ ആരാന്നും പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഞാൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കണയിൽ ആ ഞാനെന്ന സ്വരൂപത്തെ അറിയണ്ടേ? അറിയണോ വേണ്ടയോ? അറിയാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാനെന്ന സ്വരൂപത്തെ അറിഞ്ഞവൻ ആരായി? ജ്ഞാനിയായി, ഗുരുവായി, അഹംബോധം നഷ്ടപ്പെട്ടവനായി, ശരീരബോധമില്ലാത്തവനായി, ജഡബോധമില്ലാത്തവനായി, സർവത്തിലും ഞാൻ തന്നെയാണെന്നുള്ള ബോധം ഉറച്ചവനായി. അങ്ങനെ ഒരുവന് മാത്രമേ മറ്റൊരുവൻ എന്തു പറഞ്ഞു കൊടുക്കാൻ പറ്റൂ? നീ ആരാന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. പിടികിട്ടിയോ? പിടികിട്ടിയോ? ഇല്ല. ക്ലിയറായോ? എല്ലാവർക്കും ക്ലിയറായോ ഞാൻ പറഞ്ഞേ? മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് ഞാൻ എന്താണെന്ന് ഞാൻ അറിയണം. ഇപ്പൊ ഉദാഹരണം, കൽക്കണ്ടത്തിന്റെ ടേസ്റ്റ് എന്താ? മധുരം. അത് ആർക്കേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ മധുരമാണെന്ന്? കഴിച്ച ഒരുവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. കഴിക്കാത്തവന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ കൽക്കണ്ടത്തിന്റെ ടേസ്റ്റ് മധുരമാണ്? ഇല്ല. അപ്പൊ കഴിച്ച ഒരുവനോട് ചോദിച്ചാൽ മാത്രമേ എന്തറിയാൻ പറ്റൂ? കൽക്കണ്ടത്തിന്റെ രുചി എന്താന്ന് അറിയാനായിട്ട് സാധ്യമാവുള്ളൂ. അപ്പൊ കൽക്കണ്ടം കഴിച്ചവനായിരിക്കണം, ആ മധുരത്തെ അറിഞ്ഞവനായിരിക്കണം. അങ്ങനെ ഒരുവന് മാത്രമേ ആ കൽക്കണ്ടത്തിന്റെ മധുരം എന്താണെന്ന് അനുഭവിപ്പിക്കാൻ പറ്റൂ. അല്ലേ പറ്റുമോ? ആദ്യം കൽക്കണ്ടം എന്താണെന്ന് അറിയണം, കൽക്കണ്ടത്തിന്റെ രുചി എന്താണെന്നും അവൻ അറിഞ്ഞെങ്കിൽ മാത്രമേ മറ്റൊരുവനെ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധ്യമാവുള്ളൂ. ഇപ്പൊ പപ്പു പറഞ്ഞ ഡയലോഗ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപ്പൊ പരമജ്ഞാനിയായ ഒരു ഗുരു തന്റെ ശിഷ്യനെ ആ ശിഷ്യന്റെ സ്വത്വം എന്താണ് എന്ന് പറഞ്ഞ് അനുഭവവേദ്യത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണ് പപ്പു പറഞ്ഞ വാക്ക്. പക്ഷെ നമുക്ക് തമാശയായിട്ട് തോന്നി, ഇല്ലേ? കാരണം എന്താ? നമ്മൾ ആ വശത്തോട്ടൊന്നും ചിന്തിക്കാറില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ കാശി പോയാൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരണം. അപ്പൊ ശരീരത്തെ ഉപേക്ഷിച്ചാൽ തിരിച്ചു വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ഈ ശരീരമല്ല എന്ന സ്വത്വത്തിലേക്ക് എത്തുക. അപ്പൊ പിന്നെ ഞാൻ ആരാ? കാരണം ഞാനെന്ന സ്വരൂപത്തിന് ഈ പേര് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ഇരിക്കില്ലല്ലോ. ഇതിന് മുമ്പേ ഞാൻ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇവിടെ വരണത്, അല്ലേ? ഞാൻ പറയണത് പിടികിട്ടുന്നുണ്ടോ? ഞാനെന്നത് നേരത്തെ ഉണ്ടായതുകൊണ്ടല്ലേ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ചെന്നേ ഞാൻ, ഇല്ലേ? ഞാൻ ഇല്ലെങ്കിൽ ചെല്ലുവോ? അപ്പൊ ഞാൻ എവിടെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ചെന്ന് ഞാനൊരു ശരീരത്തെ സ്വീകരിച്ച് തിരിച്ച് ഇവിടേക്ക് വന്നപ്പോൾ എന്നെ എനിക്ക് അറിയാൻ വയ്യാതായി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, അത് സ്വയം ചോദിക്കണം. വേറെ ആരോടും ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അവനവൻ സ്വയം ചോദിക്കണം, ഞാൻ ആരാ, ഞാൻ ആരാ എന്നും പറഞ്ഞ് രാത്രി ചെല്ലുന്നത് ഒച്ചത്തിൽ ചോദിക്കരുത്. ഞാൻ ആരാ, ഞാൻ ആരാണ്. വീട്ടുകാരെന്തോ ചെയ്യും? വല്ല സൈക്യാട്രി അടുത്ത് കൊണ്ടുപോയിട്ട് പറയും, ഇവർക്ക് എന്താണെന്നറിയത്തില്ല, ഇന്നലെ ഉച്ച വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതായി ഞാൻ ആരാ, ഞാൻ ആരാന്ന് ചോദിക്കുന്നത് എന്ന് പറയും. അവനവനോട് സ്വയം ആ ചോദ്യം നിരന്തരമായി ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്നതാണ്. ഞാനെന്ന സ്വരൂപത്തെക്കുറിച്ച് അറിയാൻ കഴിയും. നമ്മളത് അന്വേഷിക്കാറില്ലാത്തത് കൊണ്ടാണ് നമുക്കറിയാൻ വയ്യാത്തത്. ആ ഞാനെന്ന സ്വരൂപത്തെ അറിയുന്നത് കൊണ്ടാണ് ഗുരുക്കന്മാർ പറഞ്ഞത് ശിവോഹം, ഞാൻ ശിവനാണ്. അതുകൊണ്ടാ കുളി കഴിഞ്ഞാൽ ആദ്യം എന്ത് പൂശും? ഭസ്മം എടുത്ത് തൊടും. എന്തിനാ? പണ്ട് മുതലേ അങ്ങനെ ആ സ്വാമി കുളി കഴിഞ്ഞാൽ ചില ഭസ്മം എടുത്തൊന്ന്
ഇതിനാ ഭസ്മം തൊട്ട് കാണിച്ചത് മഹാദേവൻ? ഇത്രേ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് അവസ്ഥ. ഏതിൻ്റെ? ഈ ശരീരത്തിൻ്റെ അവസാനത്തെ അവസ്ഥ എന്താ? ഭസ്മമാ, വിഭൂതി. അതിനപ്പുറം വേറൊന്നില്ല ഈ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ. പക്ഷേ ഞാനെന്ന സ്വരൂപത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. അതുകൊണ്ടാണ് ശ്മശാനത്തിൽ പോയി കിടക്കാൻ പറ്റണത്. നമുക്ക് പറ്റുമോ? നമ്മുടെ സ്വന്തം ആൾക്കാരെ അടക്കിടത്താണെങ്കിൽ പോലും രാത്രി ഒരു 11:30 കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുവോ? അടക്കേൻ്റെ അന്ന് രാത്രി അവിടെ ആരുണ്ടെന്നാ പറയണേ? ചുടലഭദ്ര ഉണ്ടെന്ന്. നമ്മളെക്കാൾ വലിയ ചുടലഭദ്ര വേറെ ഏതാ ഉള്ളത്? അവിടെ എന്താ? പേടിപ്പിച്ചു വച്ചിരിക്കുക അവിടെ. സഞ്ചയനം വരെ അങ്ങോട്ട് രാത്രിയില് പോകരുത്. കാളിയും കൂളിയും ഭദ്രയും അവിടെ ഉണ്ടാവും. എന്താ സഞ്ചയനം വരെ അങ്ങോട്ട് പോകാൻ പാടില്ലാത്ത കാര്യം? ഒന്ന് പോയി നോക്കണേ. എന്തോ സംഭവിക്കുമെന്ന് അറിയാമല്ലോ. ഒന്നും സംഭവിക്കില്ല. ഒറ്റ കാര്യമേ സംഭവിക്കും. എന്താ? അവിടെ വിക്ഷേപിച്ച എനർജി നമ്മളിലേക്ക് വരും. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ അതെന്ത് പറ്റും? നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ്. അല്ല, അവിടെ ഭദ്രയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ അതിനെ സഞ്ചയിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പിന്നെ ഇല്ലേ സഞ്ചയനത്തിന് പിന്നെ അങ്ങോട്ട് ഇല്ലേ. എന്താ സഞ്ചയനം? എത്ര ദിവസം സഞ്ചയനം? ഇപ്പൊ സാറ് നടത്തുന്ന എത്ര ദിവസത്തിനൊക്കെയാ? 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ പിന്നെ 9. പിന്നെ എളുപ്പമുണ്ട്. 10ഉം 10ഉം കൂടെ ഒന്നിച്ചൊക്കെ തീർക്കാമല്ലോ. ചില ലാഭമുണ്ടല്ലോ. സഞ്ചയനം എന്ന് പറഞ്ഞാൽ 7നും 9നും 11നും നടത്താനുള്ളതല്ല. സഞ്ചയനം 5ന്റെ അന്ന് തന്നെ നടത്തണം. അല്ല, നമ്മുടെ ഒരു മോന് ലീവ് ഇല്ലാത്തതുകൊണ്ട് 3 അന്ന് സഞ്ചയനം നടത്തി പോവാ. എന്താ സഞ്ചയനം എന്ന് പറയാ? സഞ്ചയിപ്പിക്കുകയാണ്, സംയോജിപ്പിക്കുകയാണ്. എന്തിനെ? 5നെയും കൂടെ. സഞ്ചയിപ്പിക്കുമ്പോ എന്തോ അവിടെ നിന്ന് എടുക്കുക? അസ്ഥി. എത്രയിടത്തുനിന്ന് എടുക്കും? എവിടുന്നൊക്കെ? തലേന്നും നെഞ്ചത്തുനിന്നും പാദത്തുനിന്നും. എന്തിനാ 3 എടുത്ത്? കയ്യുടെ വേറൊന്നും എടുത്തില്ല, കൈയെടുത്തില്ല, മൂക്കിൻ്റെ എല്ലാം എടുത്തില്ല, ഒന്നും എടുത്തില്ല. എന്താ പിന്നെ ഈ 3 മാത്രം എടുത്ത്? എന്താ? ശരീരത്തെ 3ആയിട്ട് മുറിച്ചാൽ എങ്ങനെ മുറിക്കാൻ പറ്റും? തലയും ഉടലും കാലും. അപ്പൊ 3 അസ്ഥി എടുത്തപ്പോ എന്തുവായി? പൂർണ്ണമായ ഒരു ശരീര സങ്കല്പമായ അവിടെ ആ ജഡത്തിൽ നിന്ന് പോയ പ്രാണനെ സഞ്ചയിപ്പിച്ചു മറ്റൊരു അവസ്ഥയിലേക്ക് ജന്മമെടുക്കാനാണെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്റെ സങ്കല്പകരണം തന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ശരീരത്തെ സഞ്ചയിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ജന്മത്തിന് കാരണസങ്കല്പം കൊടുക്കുകയാണ് അവിടെ ചെയ്യുക. അതാണ് കാരണ ശരീരം. അല്ല, അത് അന്നേരം സഞ്ചയനം പിന്നെ നേരമില്ലാത്തതുകൊണ്ട് 7ന്റെ അന്നാക്കി, അല്ലെ മോൻ വരാൻ താമസിക്കുന്നതുകൊണ്ട് 9നാക്കി, പിന്നെ 10ഉം 11ഉം നടത്തിപ്പോയാൽ സഞ്ചയനം ആവത്തില്ല. സപ്തയനോ നവായനോ ഒക്കെ ആവും. അന്നേരം പൂർണ്ണത കൈവരത്തില്ല, യോജിപ്പിക്കുന്നതിന് പൂർണ്ണത കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചെന്ന് നോക്കുമ്പോൾ എല്ലാം പിതൃ ദോഷവാസാമി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ശരീരം എന്ന് പറയുന്നത് ക്ഷീയതേ ഈ ശരീര എന്നാണ്. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏത്? ശരീരം. അതുകൊണ്ട് അതിനെ ഒരുപാട് നോക്കണ്ട എന്ന് പറയണത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കണത് എന്തിനെയാ? ശരീരത്തെ.
പിടിയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ ശരീരമല്ല ഞാൻ എന്നത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബോധസ്വരൂപമായ ശിവനാണ് എന്ന ബോധം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം എവിടെ ചെല്ലാൻ? കാശി ചെല്ലാൻ. അതുകൊണ്ട് ആ കാശി വിശ്വനാഥന്റെ മണ്ണില് അല്ലെ കാശി വിശ്വനാഥന്റെ മടിയിൽ തീരണം ഈ ജന്മം. എന്തുകൊണ്ട്? ഞാൻ ശിവനിൽ നിന്ന് വന്നവനായതുകൊണ്ട് ആ ശിവനിൽ തന്നെ ചെന്ന് ചേരേണ്ടതുണ്ട്. അതാ ഭദ്രകാളി നമ്മെ കാട്ടിത്തന്ന. കഴിഞ്ഞ വർഷം പറഞ്ഞു തന്ന ഭദ്രകാളി എന്താന്നല്ലേ? അല്ലേ? അത് കഴിഞ്ഞ വർഷം അല്ലേ സ്വാമി? അല്ലേ? കഴിഞ്ഞ വർഷം വ്യക്തമായിട്ട് പറഞ്ഞു തന്ന ഭദ്രകാളിയുടെ രൂപം പറഞ്ഞിട്ട് എന്താണ് ആ ഭദ്രകാളി നമുക്ക് കാട്ടിത്തരേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ്. നമ്മളതൊന്നും ഓർക്കില്ല. അല്ല, സീരിയലോ സിനിമയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും വല്ലപ്പോഴും ഒക്കെ ഓർത്തിരിക്കും. ഇന്നലത്തെ കണ്ടില്ലേ? സങ്കടവാ അല്ലേ? അതുകൊണ്ട് എന്താ, സന്ധ്യയാകുമ്പോൾ എല്ലാവരും തൊഴുതേച്ചോണ്ട് ഒറ്റ ഓട്ടവാ. ഇന്നും ഓടും. എന്താണ്? ഇന്നും സീരിയലുണ്ട്. ഇപ്പൊ ഞായറാഴ്ച സീരിയലുണ്ട് അല്ലേ? എല്ലാ ദിവസവും ഉണ്ട് സീരിയല്. എല്ലാ ദിവസവും ഉണ്ട്. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഭയങ്കര പ്രഭാഷണമായിരുന്നു. ഒരു 9:30 അല്ലേ? ചുരുട്ടിക്കെട്ടി ഞാനും എഴുന്നേറ്റ് പോയി. 7:45 15 കഴിഞ്ഞ ശേഷം ആരും ഇല്ലായിരുന്നു. 15 കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി, ഞാനും എഴുന്നേറ്റ് പോയി. ഞാനിതിന് ഇവിടെ കുത്തിയിട്ട് ആരോട് പറയാൻ കസാരയുള്ളത്? ഇന്നലെ രാത്രി ആരും ഇല്ലായിരുന്നു. അയൽവക്കക്കാർ പോലും പോയി കിടന്നുറങ്ങി. അപ്പോ അതുകൊണ്ട് ശരീരത്തെ അല്ല നോക്കേണ്ടത്, പിന്നെയോ ഞാനെന്ന സ്വബോധത്തെ തിരിച്ചറിയാനുള്ളതാണ് ഈ ജന്മം. ആ ജന്മം സ്വബോധത്തെ തിരിച്ചറിയാൻ കഴിയണില്ല എങ്കിൽ പിന്നെ ഈ ജന്മം കൊണ്ട് ഫലമില്ല എന്നാ. മനുഷ്യജന്മം തന്നത് എന്തിനാ? ഈ സ്വബോധത്തെ തിരിച്ചറിയണം. ഞാനെന്ന സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മോക്ഷം എന്ന തലത്തിലേക്ക് എത്താനാ മനുഷ്യജന്മം തന്നത്. പക്ഷെ നമുക്കെന്ത് പറ്റുന്നു? ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളെ ഉണ്ടും അനുഭവിച്ചും അറിഞ്ഞും ഉറങ്ങി സൃഷ്ടി നടത്തി ഈ ജന്മത്തെ വൃഥാവിലാക്കി കളയുന്നു. ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിക്കാറുണ്ട്, എന്തിനാടാ പഠിക്കുന്നത്? ജോലി കിട്ടാനാ. ജോലി എന്തിനാടാ? കാശുണ്ടാക്കാനാ. കാശ് എന്തിനാടാ? കല്യാണം കഴിക്കാനാ. കല്യാണം കഴിക്കുന്നത് എന്തിനാടാ? പിള്ളേരുണ്ടാവാനാ. പിള്ളേരുണ്ടാവുന്ന എന്തിനാടാ? അവിടെ കൊണ്ട് തീർന്നു ഉത്തരം. ഇത്രേ ഉള്ളൂ. ഒരു മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം ഇത്രേ ഉള്ളൂ: സന്തതികളെ സൃഷ്ടിക്കുക. അവിടെ കൊണ്ട് തീർന്നു നമ്മുടെയൊക്കെ സങ്കല്പവും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം. മറ്റൊരു ജീവിക്കും ഇല്ലാത്ത ഒരു ബോധത്തെ നമുക്ക് നൽകിയത് എന്തിനാ? കർമ്മഫലങ്ങളെ എല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട് ഇനി ഒരു ജന്മം ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാ. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും കർമ്മങ്ങളെ ചെയ്ത കർമ്മഫലങ്ങളെ വീണ്ടും വീണ്ടും ഭുജിക്കാനായിട്ട് നമ്മളിവിടെ വേണ്ടതെല്ലാം ചെയ്തു വെച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് എന്ത് പറ്റണു? ജനിമൃതികൾ ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വേദവ്യാസമുനിക്ക് സന്തതി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ട നടപടികൾ ആലോചിച്ചു. അവിടെ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ശമ്യാപ്രാസം എന്ന് പറയുന്നതിന്റെ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ആലോചിച്ചു. പുത്രനുണ്ടായില്ലെങ്കിൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടില്ല. പുത്രപൗത്രാദികൾ തർപ്പണം ചെയ്യുമ്പോഴാണ് പിതൃക്കൾക്ക് മുക്തി ഉണ്ടാകുക എന്നാ പറയാം. പുത്രനുണ്ടാവണം. പുത്രനുണ്ടായി ആ പുത്രന് ഒരു പുത്രനോടുണ്ടായില്ല, അല്ല പൗത്രനോടുണ്ടായി പുത്രനും പൗത്രനും തർപ്പണം ചെയ്താല് പിതൃവിന് മോക്ഷം കിട്ടുമെന്നാണ്. ഇപ്പൊ പുത്രനില്ലാത്തവർക്ക് ആർക്കും എന്തില്ല? എന്തോ ചെയ്യാൻ പറ്റുമോ? പുത്രനായാലും പുത്രിയായാലും ധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ആ പേരിൽ അർത്ഥം ഇല്ല എന്നർത്ഥം. പുത്രൻ എന്ന് പറയുന്നുവെങ്കിലും പുത്രിക്കും അതേ സങ്കല്പം തന്നെയാണുള്ളത്. പുത്രനില്ലെങ്കിൽ പിതാവിന്റെയോ മാതാവിന്റെയോ ചിതയ്ക്ക് അഗ്നി കൊളുത്താൻ അധികാരി ആരാ? പുത്രിയാണ്. പുത്രനും പുത്രി ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരാളെ അതിനുവേണ്ടി നിയോഗിക്കാവൂ. പുത്രനോ പുത്രിയോ ഉണ്ടെങ്കിൽ, അല്ലെ പുത്രനില്ല പുത്രിയാണുള്ളതെങ്കിൽ പുത്രിക്കാണ് അവകാശം ആ ചിതയിൽ അഗ്നി കൊളുത്താൻ, അല്ലാതെ കണ്ടവർക്കല്ല.
നമ്മളൊക്കെ ഇപ്പോൾ പുത്രൻ ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും തെന്നിത്തെറിച്ച ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് എടുത്ത് വെച്ച് ചിത കൊളുത്തും. ഒരവകാശമില്ല. പുത്രി ഉണ്ടെങ്കിൽ പുത്രിക്കാണ് പരമമായ അധികാരം ആ പിതാവിൻ്റെ അല്ലെ മാതാവിൻ്റെ ചിതയ്ക്ക് അഗ്നി കൊളുത്താൻ. പിതൃതർപ്പണം നടത്താൻ പരമാധികാരി പുത്രിയാണെങ്കിൽ പുത്രിക്കാണ്. പുത്രി അത് നിർബന്ധമായും ചെയ്തിരിക്കുകയും വേണം. അത് കഴിഞ്ഞേ സ്വന്തം രക്തത്തിൽ നിന്നുണ്ടായതല്ലോ ഇല്ലെങ്കിൽ മാത്രമേ അന്യരക്തത്തിൽ നിന്ന് എടുക്കാവൂ. ഇപ്പൊ ചോദിക്കും, പിന്നെന്താ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യിക്കാതെ? ശാരീരികമായ അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യിക്കാതിരിക്കൂ, അല്ലെങ്കിൽ ചെയ്യിച്ചിരിക്കണം. പിടികിട്ടിയോ? സ്ത്രീകളാവുമ്പം ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസം ആ സമയമാണെങ്കിൽ മാത്രമേ അതിന് അനുവദിക്കാതിരിക്കാവൂ. അതും ശരിക്കും അതും നോക്കേണ്ടതില്ല എന്നാ പറയാം. പക്ഷേ പിതൃകർമ്മം ചെയ്യുമ്പം ശരീരശുദ്ധി നിർബന്ധമായിട്ട് പറയാനുള്ളത് കൊണ്ട് അങ്ങനെ നോക്കുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ ആ പുത്രിക്കാണ് അവകാശം. ഭാഗവത്തിൽ സത്രാജിത്തിന്റെ പിതൃകർമ്മം, സത്രാജിത്തിന്റെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചത് ആരാ? അങ്ങനെയുണ്ട് ഒരു സാധനം. സത്രാജിത്ത് എന്ന് പറഞ്ഞ ഒരാള് ഭാഗവതിലുണ്ട്, കേട്ടിട്ടുണ്ടോ? സ്യമന്തകമണി. സത്യഭാമയാണ് സത്രാജിത്തിന്റെ കർമ്മം മുഴുവൻ അനുഷ്ഠിച്ചത്. പുത്രനില്ലാത്തത് കൊണ്ട് ഭഗവാൻ ആ കൂടെ നിർത്തി ചെയ്യിച്ചത് സത്യഭാമയെ കൊണ്ട് പിതൃകർമ്മം. അങ്ങനെ സ്ത്രീക്ക് വിലക്കുണ്ടെങ്കിൽ ഭഗവാൻ ചെയ്യിക്കുമോ? പുത്രനായാലും പുത്രിയായാലും സ്വധർമ്മം പാലിച്ചിരിക്കണം. എന്താ പുത്രന്റെയും പുത്രിയുടെയും സ്വധർമ്മം? ഒന്നുമില്ല. ഉള്ളത് എങ്ങനെയും എഴുതി മേടിക്കണം, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് തള്ളണം. അതാ പറഞ്ഞേ, ഉള്ളത് ഇനി എഴുതി മേടിക്കണം, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് തള്ളണം. അതാണ് ഇപ്പോഴത്തെ പുത്രന്റെയും പുത്രിയുടെയും ധർമ്മം. പിന്നെ ചത്ത് കഴിയുമ്പോൾ നാട്ടുകാരെ വിളിച്ചൊരു സദ്യ കൊടുക്കണം. കഴിഞ്ഞു അല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത? ശരിയല്ലേ ഞാൻ പറഞ്ഞു? ചത്താ പോലും വരാൻ മക്കൾക്ക് ലീവിയാണ്. ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചേക്കും. കരയാൻ ആളുണ്ട്, ചിരിക്കാനും ആളുണ്ട്, സംസ്കാരം ചെയ്യാനും ആളിനെ കിട്ടും. കാശ് കൊടുത്താൽ മതി. എന്റെ വീഡിയോ പിടിച്ചൊന്ന് അങ്ങോട്ട്. അതിന് കാരണക്കാര് നമ്മൾ തന്നെ. മക്കളെ ആ അവസ്ഥയിൽ എത്തിച്ചതിന് കാരണക്കാര് നമ്മളാ, വേറെ ആരുമല്ല. എന്താ കാരണം? അവരെ നമ്മൾ കാണിച്ചു കൊടുത്തതാണ് മക്കളെ ബന്ധത്തിനേക്കാൾ വലുത് ധനമാണ് എന്ന്. അമ്മയോടുള്ള മമത്വത്തെക്കാൾ വലുതല്ലേ മക്കളോടുള്ള മമത്വത്തെക്കാൾ വലുത് കാശാണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു അല്ലേ? ഉണ്ടായി 90 ആവുന്നതിന് മുമ്പ് ആരുടെയെങ്കിലും കൈ കൊടുത്തിട്ട് നമ്മളെത്തിരി പോവും? ജോലിക്ക് പോവും. ആണോ അല്ലേ? ഇപ്പൊ കൊച്ചു നോക്കുമ്പോ ആരില്ല? അമ്മയില്ല, അച്ഛനും ഇല്ല. പിന്നെ ആകെപ്പാടെ നോക്കുന്നത് ഏതോ ഒരു ഓണ്ടിയാണ്. കൊച്ചാറുടെ കൂടെ പോവും? ഓണ്ടിയുടെ കൂടെ പോകും. അപ്പോൾ നിങ്ങള് സുഖമില്ലാതെ കിടന്നാൽ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങളെ നല്ല ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ്. തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ, നമുക്കൊരു തുള്ളി വെള്ളം തരുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരാരാ? നമ്മൾ തന്നെ. ചിന്തിച്ചു നോക്കും. കേൾക്കുന്നവർക്ക് പറയാം, ഇയാൾക്ക് എങ്ങനെ അവിടെ നിന്ന് പറയാം കാശില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇന്നൊരു 3 പേര് കഷ്ടപ്പെട്ടാലേ ഒരു കുടുംബം കഴിഞ്ഞ് പോകത്തുള്ളൂ. അതൊക്കെ ഞാൻ അംഗീകരിക്കണം. പക്ഷെ കാശുണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് മക്കളില്ലെങ്കിലോ? നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാ നമ്മുടെ സങ്കല്പം? മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാ ഞാൻ ചോദിക്കാറുണ്ട്. ഈ മക്കൾ ഉണ്ടോന്ന് വല്ല ഉറപ്പുണ്ടോ? ഉണ്ടാക്കിക്കൊണ്ട് വരണതേ മക്കൾ ഉണ്ണും എന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പും ഇല്ല. എന്നിട്ടും നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുക?
മക്കൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പൊ ഈ കാശ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ മക്കൾ നമ്മളെ കൂടെ ഇല്ലെങ്കിലോ? ചിന്തിക്കണ്ടേ? ചിന്തിക്കണോ വേണ്ടയോ? അപ്പൊ മക്കളെ നമ്മളെ തിരിഞ്ഞു നോക്കണില്ല എങ്കിൽ നെഞ്ചത്തടി ചലറി വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ കാണിച്ചു കൊടുത്ത വഴിയാണ് അവര് പോണത്. നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയും നോക്കാതെ, അവർക്ക് സ്നേഹത്തെ പകർന്നു കൊടുക്കാതെ, അവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാതെ എന്റെ മക്കൾ എന്നെ നോക്കണം എന്ന് പറയുന്നതിൽ ന്യായം വല്ലതും ഉണ്ടോ? നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ വേണ്ടവണ്ണം നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടോ? ചുരുക്കം ചില ആൾക്കാർക്കേ ഉള്ളൂ, ഇല്ലേ? നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇട്ട് തന്നെ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന അമ്മയോടും അച്ഛനോടും എന്തുമാത്രം ചീത്ത വിളിച്ചിട്ടുണ്ട് നമ്മള്, ഇല്ലേ? എല്ലാവരുടെയും കാര്യമല്ല, ചുരുക്കം ചില ആൾക്കാരെ ഉള്ളൂ ആ തലത്തിൽ അമ്മ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുന്നത്, അല്ലെ സംരക്ഷിച്ചിട്ടുള്ളത്. 100% കിടക്കുന്ന കിടപ്പിൽ കിടത്തി വിളിക്കാവുന്ന ചീത്ത മുഴുവൻ വിളിച്ച് പുച്ഛത്തോടുകൂടി ഒരു തുള്ളി വെള്ളം കോരിക്കൊടുക്കുന്ന ആൾക്കാരുള്ള കാലമായത്, അല്ലേ? എന്നിട്ട് ഞാൻ അങ്ങനെ എൻ്റെ മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാർക്ക് നേരെ പ്രയോഗിച്ചിട്ട് എൻ്റെ മക്കൾ എന്നെ സ്നേഹത്തോടു കൂടി പെരുമാറണം എന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് ന്യായമുള്ളത്? അപ്പൊ നിന്റെ മക്കൾ നിന്നെ തട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരാരാ? നീ തന്നെയല്ലേ? ആണോ അല്ലയോ? അതുകൊണ്ടാ പറയണത്, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കാത്തതിന്റെ കുഴപ്പമാ. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കാത്തതിന്റെ കുഴപ്പമാ ഇപ്പൊ ഈ അനുഭവിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു വന്നത് പുത്രപൗത്രാദികളാണ്. പുത്രപൗത്രാദികൾ വേണം എന്നാണ്, എങ്കിലേ പിതൃവിന് മോക്ഷം കിട്ടും, അവര് തർപ്പണം ചെയ്യണമെന്നാ. ഇപ്പൊ നമ്മളൊക്കെ ബലിയിടാൻ പോവാറുണ്ടില്ലേ? ഇല്ലേ? എങ്ങനെയാ പോവാ? തലേദിവസം ഒരു നേരം ഉച്ചയ്ക്ക് ഇച്ചിരി ചോറുണ്ടു, രാത്രിയില് ഉണ്ണുമ്പോ ഒരു നേരമാ. രാത്രി എന്തോ തിന്നും? ചപ്പാത്തിയോ 1 കിലോ ഏത്തക്കായോ, അല്ലേ? അല്ലെ ഏതെങ്കിലും കിഴങ്ങോ വല്ലതും പുഴുങ്ങിയതോ ഒക്കെ മാന്യമായിട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പോയി വെരിയിടും. ഇട്ടച്ച് വന്ന ഉടനെ ചേട്ടന്മാരാണ് എങ്ങോട്ട് പോകും? ഇല്ലേ? നമ്മളാണ് എങ്ങോട്ട് പോകും? മീൻ കടലോട്ട് പോകും. പരിപൂർണമായോ? ഇല്ല. അത് പൂർണ്ണത വരില്ല. എന്താ കാരണം? ബലിയിട്ട അന്നും തലേ ദിവസം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം. പിറ്റേ ദിവസം മാത്രമേ പഴയ അവസ്ഥയിലേക്ക് വരാവൂ. നമ്മൾ ഏകാദശി എടുത്താൽ ദ്വാദശിയുടെ അന്ന് പാരണ വീടിയാൽ അന്നും ഏകാദശിയുടെ അന്നത്തെ പോലെ തന്നെ അല്ലേ ഇരിക്കണേ? ആണോ അല്ലയോ? അതോ പാരണ വീടിയ ഉടനെ പോയി വെട്ടി വിഴുങ്ങുവോ? ഇല്ല. ഏകാദശിയുടെ അന്ന് എങ്ങനെ ഇരുന്നോ അതേ അവസ്ഥ തന്നെയാണ് ദ്വാദശിയുടെ അന്ന് പാരണ വീടിയാലും നമ്മൾ ഇരിക്കുക. അതേപോലെ തന്നെ ആയിരുന്നു. ബലി ഇട്ടു എന്നുള്ളത് കൊണ്ട് അത് പൂർണ്ണതയാവണില്ല. അന്നും അതേ ചിന്തയോടുകൂടി ആ പിതൃവിനെ സങ്കല്പിച്ച് ഇരുന്നെങ്കിൽ മാത്രമേ ആ ബലിക്ക് പൂർണ്ണത വരികയുള്ളൂ. അതുകൊണ്ട് ആ ശ്രാദ്ധം കൂട്ടുക എന്നാ പറയാ. ശ്രദ്ധയോടുകൂടി കൊടുക്കണ ഊണാണ് ശ്രാദ്ധം. നമ്മളിവിടെ ശ്രദ്ധയോടുകൂടി വല്ലതും കൊടുക്കാറുണ്ടോ? എങ്ങനെയും ഒന്ന് ഇട്ടേച്ച് വന്നിട്ട് വേണം എൻ്റെ അമ്മച്ചി ഇന്നലത്തെ കേട് തീർക്കാൻ. സത്യത്തിൽ നമ്മളൊക്കെ ചെയ്യണതെല്ലാം വിഡ്ഢിത്തങ്ങളാണ്. എന്നാ ചോദിക്കും, ഇതുമെല്ലാം കൊടുത്തില്ല കുഴപ്പം വല്ലതുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പം? കൊടുക്കാത്തവർക്ക് വല്ല കുഴപ്പമുണ്ട്? ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരമ്പലത്തിലും പോകൂല, ഒരു വഴിപാട് ചെയ്യൂല, യാതൊന്നും ചെയ്യില്ല, പക്ഷെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. കൂടുതൽ അമ്പലത്തിൽ പോവാൻ കൂടുതൽ വഴിപാട് ചെയ്യുന്നവർക്ക് ദുരിതം കൂടുതൽ അല്ലേ? ആണോ അല്ലേ? എന്താ അങ്ങനെ?
ഭാഗവതം കൈകാര്യം ചെയ്ത 99% കിടന്ന് നീറി പുഴുത്ത് അളിഞ്ഞു ചാവുള്ളൂ. ഉറപ്പാ. അല്ലാതെ പോകുന്ന ചുരുക്കം. ഞാനൊക്കെ എങ്ങനെയാ പോകുന്നത്? ദൈവം നമ്പരന് മാത്രമേ. ഞാനൊക്കെ എത്ര നാൾ കിടന്ന് പൊട്ടി കളിഞ്ഞാൽ തീരുക എന്നുള്ള ദൈവം നമ്പരന് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് എന്താ കാര്യം. എന്നിട്ട് മറ്റുള്ളവർ പറയും, കണ്ടോ വലിയ ആചാര്യനായിരുന്നു, സപ്താഹ ആചാര്യനാണ്, നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങിയ പാർട്ടി അതേ കിടക്കുന്നത് കെഴുന്നു ചീഞ്ഞ് നാറി, നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട. അത് ഞാൻ പറഞ്ഞ നാറി ചാവണം. അല്ലേ? ഇങ്ങനൊക്കെ വേണം ചിന്തിക്കാൻ. എല്ലാം പുഴുത്ത് നാറിയേ പോകാവൂ. ചിലപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വിളിച്ചോണ്ടെന്ന് പറയാറുണ്ട്. അത് വേറൊരു കാരണം കൊണ്ട്. എന്താ? ഭഗവാനെ അല്ലെ ഭഗവതിയെ നിലച്ചുകൊണ്ട് ഭഗവത് കഥകളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്തോട്ട് പോയാൽ എന്താ ഗുണം? പിന്നെ ഇങ്ങോട്ട് വരാൻ വലിയ സാധ്യതയൊന്നും ഇല്ല. നീ കിടന്ന് നാറി ചീഞ്ഞാലും കുഴപ്പമില്ല, അന്നേരം ആരെ വിളിക്കാൻ ഓർത്താ മതി. നമ്മുടെ ജീവിതമൊക്കെ വൃഥാവില്ല. കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിലെല്ലാം അഹങ്കാരം ഉൾക്കൊള്ളുന്നവരാ, ഇല്ലേ? ചിന്തിച്ചു നോക്കൂ. ഭാഗവതം പഠിച്ച ഉടനെ നമ്മൾ 10 പേരോട് പറയില്ലേ, എന്ത് പറഞ്ഞേ? ഞാൻ ഭാഗവതം നാരായണീയം പഠിച്ചു കഴിയുമ്പോഴോ, ഞാൻ നാരായണീയം പഠിച്ചു, ഗുരുവായൂർ പോയി 3 പ്രാവശ്യം പഠിച്ചു. അതെങ്ങനെ പോവും? ഒരേ കളറുള്ള ബ്ലൗസും ഒരേ കളറുള്ള സാരി ഇല്ലേ? ആണോ അല്ലേ? ഇതൊക്കെ എടുത്തോണ്ട് എങ്ങോട്ട് പോകും? നാരായണീയം വായിക്കാൻ എവിടെ പോയാലും അങ്ങനെ പോകും. ഭഗവത്ഗീത പഠിച്ച ഉടനെ എന്താ പറയും? ഞാൻ ഭാഗവതവും പഠിച്ചു, നാരായണീയവും പഠിച്ചു, ഏത് ഗീതയാണെന്ന് മാത്രം അറിയത്തില്ല. സത്യത്തിൽ അതൊക്കെ എന്തിനാ നമ്മൾ പഠിക്കണേ? നാരായണീയം വായിക്കുന്നതല്ലേ? എന്തിനാ ഇത് പഠിക്കുന്നത്? തത്വങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. ഉൾക്കൊണ്ടിട്ട് എന്തോ ചെയ്യാനും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എന്നിട്ട് വായിച്ചിട്ട് വല്ല സമാധാനം കിട്ടിയത്? എന്നാ സമാധാനം കിട്ടാനൊന്നും അല്ല, ജ്ഞാനം അഹംബോധം പോവാനാ. എന്തിനാ ഈ അറിവുകളെ ഓരോന്നിനെയും നേടിയെടുക്കണത്? എന്തിനാ? ഞാനൊന്നുമല്ല, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ഈശ്വരീയമായിരിക്കുന്ന സ്വരൂപമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവാനാ, അല്ലേ? ആണോ അല്ലയോ? ഭട്ടതിരിപ്പാടും അവസാനം പറഞ്ഞത് എന്താന്ന് 1-ാമത്തെ ദശകത്തിൽ പറഞ്ഞ്? അഗ്രേ പശ്യാമി. എപ്പോഴാ കാണാൻ കഴിഞ്ഞേ? 99 ദശകം കഴിഞ്ഞ് 100-ാമത്തെ ദശകത്തിലെ അവസാനമല്ലേ കണ്ടത്? ആണോ? അല്ല, ഞാൻ ചോദിച്ചത് എപ്പോഴാ കാണാൻ ഒത്തത്? ആ ഒരു രൂപത്തെ, സുന്ദരിമാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ പരമസ്വരൂപത്തെ എപ്പോഴാ കാണാൻ കഴിഞ്ഞത്? എല്ലാ അഹങ്കാരവും ശമിച്ച് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാന് മാത്രമേ എല്ലാം കഴിയൂ എന്ന ബോധത്തിലേക്ക് ഉൾക്കൊണ്ട് വന്നപ്പോഴെന്താ ആദ്യം കാണാഞ്ഞ ഭട്ടതിരി? അന്നേരം എല്ലാം ഞാനെന്നൊരു അഹംഭാവം ഉണ്ടായിരുന്നു, ഇല്ലേ? വാദം അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ വീണ്ടും തുടങ്ങി അഹങ്കാരം, ഇല്ലേ? അപ്പൊ പിന്നെ എവിടെ നമുക്ക് കാണാൻ പറ്റണേ? ഇപ്പൊ നമ്മളിത് ഓരോന്ന് പഠിക്കുമ്പോഴും അവിടെ എല്ലാം ഞാൻ പഠിച്ചു, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും പറയും തോറും നമ്മുടെ ഉള്ളിൽ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുക? ആ അഹംബോധം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. പിന്നെ എവിടാ നമ്മൾ നന്നാവുന്നേ? എവിടാ നമുക്ക് നമ്മളെ ഉള്ളിലിരിക്കുന്ന സ്വരൂപത്തെ അറിയാൻ പറ്റുക? ഈ ഓരോ അറിവ് നേടുന്നതും അഹംബോധം, ഞാനെന്ന അഹങ്കാരമില്ലാതെയാക്കി എടുക്കാനാണ്. തത്വത്തെ അറിയുന്നെങ്കിൽ ആ തത്വത്തെ തന്റെ ജീവിതത്തിലേക്ക് പകർത്തുമ്പം അതിനുള്ള സംസ്കാരം നമ്മളിൽ ഉണ്ടാവണ്ടേ? നമുക്കതുണ്ടോ?
അപ്പൊ നമ്മളിതെല്ലാം പഠിച്ച ആളാണ്. നമ്മളെ വെച്ചും തന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഞാൻ ഈ തത്വബോധമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുക. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്, ഒരുത്തരല്ലേ നല്ലതല്ലാവരും ഞാൻ എന്തോ ചെയ്യും? അഴിച്ചിട്ടുമുണ്ട് മടക്കി കുത്തൂലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ടോ? ഇതെന്നെ കാര്യം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അമ്മമാരെല്ലാം ഈ ഒരേ യൂണിഫോമിലിട്ടുണ്ട് ഈ പോകുന്ന എല്ലാവരും എന്തിനാ അങ്ങനെ പോണെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ പോയിരുന്നത് നാരായണീയം വായിച്ചില്ല, ഗുരുവായൂരപ്പം കേൾക്കൂലേ? ഓ, എനിക്ക് 10 മക്കളുണ്ട്. എത്ര ആൾക്കൂട്ടത്തിൽ പോയിരുന്നാലും എൻ്റെ കൊച്ചിനെ എനിക്ക് കണ്ടറിയത്തില്ലയോ? അറിയോ ഇല്ലയോ? നമ്മുടെ കൂടെ 100 പേര് വന്നാലും നമുക്ക് പലപ്പോഴും അറിയുന്നവരല്ലേ ഈ പോണതെല്ലാം. പിന്നെ എവിടെ തെറ്റാനാ? എന്താണ് അതാ അതിന്റെ കാര്യം. ഇനി ഞാനൊന്ന് പഠിച്ചിട്ട് 4 പേരെ ഞാനൊന്ന് പഠിപ്പിച്ച ഉടനെ ഞാൻ ആരായി? ഗുരു. ആരാ ഗുരു? അതറിയത്തില്ല. ഗുരു ആരാന്ന് ചോദിച്ചാ ഞാനും ഗുരുവാ. എന്താ കാര്യം? ഞാൻ 4 പേരെ നാരായണീയവും പഠിപ്പിച്ചു, 4 പേരെ ഭാഗവതവും പഠിപ്പിച്ചപ്പോ ഞാൻ ആരായി? ഗുരുവായി. എന്നാൽ അത് പുറത്ത് കയറിയ വലിയ ഗുരുവാന്ന് ഇവൻ തിരിച്ചറിയുന്നുമില്ല. അതാ വേറെ. ഈ ഗുരു എന്ന് പറയുന്ന ഒരു തലമുണ്ട്. നമ്മുടെ ധാരണ എന്തെങ്കിലും ഒന്ന് ഗുരുവാണ് അല്ലെന്നല്ല. കാരണം ഒരു അജ്ഞതയെ ഇല്ലാതെയാക്കുന്നെങ്കിൽ, ആ ജ്ഞാനം പകർന്നു കൊടുക്കുന്നെങ്കിൽ അവൻ ഗുരുവാണ്. പക്ഷേ ആ ഗുരു എന്ന് പറയുന്ന സങ്കല്പതലത്തിലേക്ക് തനിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് താൻ അറിയണം. എന്നോട് പലരും ചോദിക്കണ്ട, സ്വാമി എന്നെ കൂടെ ശിഷ്യനാക്കാമോ? ഞാൻ പറയും ഞാനേ ശിഷ്യനാ. കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ലേ. പിന്നെ ഞാനെങ്ങനെ ഒരാളെ ശിഷ്യനാക്കുക? പറ്റുമോ? ചിലർ ആചാര്യാന്ന് വിളിക്കും. ഞാൻ പറയും അതിനും അത്രയ്ക്ക് അങ്ങോട്ടായിട്ടില്ല. മുഴുവൻ കടുപ്പിച്ച് പറയേണ്ട ആചാര്യനാണ്. ചിലർക്ക് സ്വാമി, ചിലർക്ക് ആചാര്യനല്ലേ. ഞാൻ പറയും നാട്ടുകാർ പറയുന്നു. കാരണം ഇതുവരെ ആചാര്യനാന്നൊരു ബോധം എനിക്കുണ്ടായിട്ടില്ലേ. കാരണം ആ തലത്തിലേക്ക് വളർന്നു എന്നൊരു തോന്നൽ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. ചിലര് സ്വാമി എന്ന് വിളിക്കും. ഞാൻ പറയും വിളിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വിളിക്കാൻ. സ്വാമിയാ വരുത്. ഇതിനെല്ലാം ഉണ്ട് ഓരോ തലം. ആ തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രം എത്തുന്നവൻ ഒരിക്കലും പറയില്ല ഞാൻ ആരാന്ന്. ഗുരുവാണെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിനർത്ഥം ഏറ്റവും അജ്ഞതയുടെ അങ്ങേ അറ്റത്ത് കിടക്കുന്നവനാണ് ഞാൻ ഗുരുവാണ് എന്ന് പറയുന്നുവെങ്കിൽ, ജ്ഞാനമുള്ളവരൊരിക്കലും ഞാൻ ഇന്ന ആളാണെന്ന് പ്രഖ്യാപിക്കില്ല. ഞാൻ അതുകൊണ്ടല്ല പറയാത്തത്, എനിക്കറിയില്ലാത്തതുകൊണ്ടാണ്. ഒരു ഗുരു എന്ന് പറയുന്ന തലത്തിലേക്ക് വരുമ്പോ തന്നിലേക്ക് വന്നു ചേരുന്നവനെ കൃത്യമായി അറിഞ്ഞ് അളന്ന് കുറുക്കി കാച്ചി കുറുക്കി വേണം ഓരോന്നും കൊടുക്കാൻ. ആ കൊടുത്താൽ അവൻ അതിനെ ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തുമെന്നും ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നും തിരിച്ചറിയുവാനുള്ള ബോധം ഉണ്ടാവണം. തന്നെയുമല്ല, തന്നിലേക്ക് വന്നു ചേരുന്നവന്റെ സർവവിധമായ അജ്ഞാനങ്ങളെയും ഇല്ലാതെയാക്കാൻ എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ മാത്രമേ അവനൊരു ആരാവുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഗുരു ആവണം. അല്ലാതെ 4 അക്ഷരം പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ലേ ഏതെങ്കിലും ഒരു കാര്യം അറിവില്ലാത്തത് പറഞ്ഞു കൊടുത്താൽ ഉടനെ ഞാൻ ഗുരു ആവത്തില്ല. അതെന്താ കുഴപ്പം? ഇത് നമ്മളെ വീണ്ടും വീണ്ടും അഹംബോധം വളർത്തി നമ്മളെ പടുകുടിയിലേക്ക് ചാടിക്കുകയാണ്. നമ്മളത് അറിയണില്ല എന്ന് മാത്രം. ഞാൻ ഗുരുവായി അല്ലെ ഞാൻ ഇന്നത് പഠിച്ചു എന്ന് അഹംബോധം ഉണ്ടാവും. നമ്മൾ വീണ്ടും വീണ്ടും പോണത് ഈ പടുകുഴിയിലേക്ക്, അജ്ഞതയിലേക്കാണ്. അജ്ഞാനമാകുന്ന ഗർത്തത്തിലേക്ക് വീണ്ടും വീണ്ടും പതിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. കാരണം ഈ ഗുരുവായൂരപ്പനൊരു പ്രത്യേകത ഉണ്ട്.
അങ്ങേരിട്ട് വട്ടം കറക്കാവുന്നതിന് മാക്സിമം കറക്കും. എവിടെല്ലാം ഏതെല്ലാം തരത്തിൽ കൊണ്ട് പെടുത്താമോ അവിടെ എല്ലാം കൊണ്ട് പെടുത്തും. നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. നമ്മളെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാണ് വലിയ സാധനം, നീ പിടിച്ചോളാൻ മതി. നമ്മളെങ്ങോട്ട് കയറി പിടിക്കും, അവൻ ചുറ്റി അവിടെ ഇട്ട് വട്ടം കറക്കും. അതിനുള്ള സാഹചര്യങ്ങളായി ഈ ഗുരു, ആചാര്യനും സ്വാമിയൊക്കെ. കാരണം അതിനകത്ത് വീണ് പെട്ടുപോയോ പിന്നെ അവിടെ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് ശ്വാസം മുട്ടി വെള്ളവും ഇറങ്ങാതെ ആവത്തേ ഉള്ളൂ. ഉണ്ട് അങ്ങനെയുള്ളതിനകത്തൊന്നും കൈവച്ചോ തലയും വെച്ച് കൊടുക്കരുത്. കൊടുത്തു പോയാ പോയി. അതിൽ ഞാൻ ഭ്രമിച്ചു പോയോ? ഇനി ഒന്നുകൂടെ പറഞ്ഞു തരാം. ഈ ഒരു ഫീൽഡ് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രംഗമാണ്, അല്ലേ? ആണോ അല്ലയോ? ആധ്യാത്മികം എന്ന് പറയണത് ഞാനൊക്കെ വിചാരിച്ച ഇഷ്ടം പോലെ ഉണ്ടാക്കാം. പക്ഷെ അത് ഉണ്ടാക്കാൻ ഇറങ്ങിപ്പോയെങ്കിൽ തീർന്നു. സപ്പോസ് അതോടുകൂടി തീരും. കിട്ടുന്നതും മേടിച്ചോണ്ട് മിണ്ടാതെ വാവോ ഉള്ളതരി മേടിക്കാം. സത്യം പറയാൻ. കാരണം നമ്മളെ ഇട്ട് ഭ്രമിപ്പിക്കാവും. മായ എന്ന് പറയുന്ന സാധനത്തിനകത്തിട്ട് വട്ടം കറക്കിക്കളയും നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് ഗുരുവായൂരിൽ പോയിരുന്ന് വായിച്ചാലേ പൂർണ്ണത വരും തോന്നുന്നത്. അതും ഭഗവാന്റെ ഒരു മായാഭ്രമമാണ്. നമ്മൾ അവിടെ ചെന്നിരുന്ന് പഠിച്ചാലേ, അല്ലെ അവിടെ പോയിരുന്നത് വായിച്ചാൽ മാത്രമേ അതിനകത്ത് പൂർണ്ണത വരൂ എന്ന് തോന്നുന്നത് പോലും മായ പ്രപഞ്ചത്തിലിട്ട് വട്ടം കറക്കണതിന്റെ ലക്ഷണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിരുന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഭാഗവതം അല്ലെങ്കിൽ രാമായണം അല്ലെങ്കിൽ നാരായണീയം അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കണത് എങ്കിൽ നമ്മൾ മറ്റൊരാളെ കേൾപ്പിക്കാനോ ബോധിപ്പിക്കാനോ അല്ല നമ്മൾ ചെയ്യണതെങ്കിൽ അവിടെ ഗുരുവായൂരപ്പം വരില്ലേ? അപ്പൊ പിന്നെ ഗുരുവായൂർ തന്നെ പോണ നിർബന്ധം എന്താണ്? അത് നമ്മുടെ ഭ്രമമാണ്. കാരണം അവിടെ മാത്രമേ ഉള്ളൂ ഗുരുവായൂരപ്പൻ എന്നുള്ള ഭ്രമം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണേ? ഞാനാരെയും കുറ്റം പറയണല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഈ ഭ്രമത്തിൽ പെടുത്തുന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ എത്രമാത്രം അതിനകത്തേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് നമ്മൾ ഭഗവാനിൽ നിന്ന് എത്രമാത്രം അകന്നു പോവാൻ സാധ്യത ഉണ്ടാക്കാമോ അത്രമാത്രം സാധ്യത ഉണ്ടാക്കുക ചെയ്യാം. നമ്മൾ ഓരോന്നും നേടിയെടുക്കുമ്പോൾ ചിന്തിച്ചോളൂ, നമ്മുടെ ജീവിതത്തിൽ ധനം ആർജിക്കുമ്പോൾ 1 രൂപ എക്സ്ട്രാ സമ്പാദിച്ചാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ആരിൽ നിന്നകന്നു. ഉറപ്പിച്ചിട്ടാണത്. 1 രൂപ കൂടുതൽ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയി ആരിൽ നിന്ന്? ഭഗവാനിൽ നിന്ന്. കാരണം എന്താ? നമുക്ക് അടുത്ത മനസ്സിന്റെ ചിന്ത എന്നറിയാമോ? ആ എക്സ്ട്രാ കിട്ടിയ 1 രൂപയെ എങ്ങനെ 2 ആക്കാം. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടിയെന്ന് എന്ത് ചെയ്യും? അവസാനം എല്ലാം കൂടി ഒരു അടിയുടെ ഞാൻ ഇടും. എന്താ പറയില്ലേ, ദുഷ്ടനെ എന്താ പോലെ വളർത്തുന്നു പറയും. എന്തിനാ ഈ പന പോലെ തെക്ക് പോലെ എന്താ പറയാ? പനയുടെ മണ്ട എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണ്ടയാ അല്ലേ? പിടിവിട്ടാ വല്ലയിടത്തും ലാൻഡിങ് സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല, താഴെ വന്നേ ഉള്ളൂ. വാരിയെടുക്കാൻ എന്തോ കാണും. മിച്ചമൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടാ പന പോലെ എന്ന് പറയുന്നത്. ഇതുപോലെ ധനത്തിനോടുള്ള മോഹം. ഏതൊന്നിനോട് നമ്മൾ അമിതമായ ആത്മാർത്ഥമായ അല്ലെങ്കിൽ ഏതൊന്നിനോട് നമ്മൾ കൂടുതൽ അടുക്കുന്നുണ്ടോ ആ വസ്തുവിനെ കൂടുതൽ തന്ന് അതിലേക്ക് കൂടുതൽ മനസ്സിനെ അടുപ്പിച്ച് അവസാനം അതിനെ മൂടോടെ പറിച്ചെടുത്തൊരേറി അതോടുകൂടി നമ്മൾ ഇടപാട് ചെയ്യും. അതുകൊണ്ടാണ് ഒരിക്കലും അർത്ഥത്തോട് മോഹം തോന്നരുത്. കാരണം അർത്ഥം 15 അനർത്ഥം ഉണ്ടാകും. അതിന്റെ അവസാനം ജീവന്റെ പോക്കാണ്. അർത്ഥത്തിനോട് മോഹം തോന്നിയോ ഉള്ളതിനെ എല്ലാം ഇല്ലാതാക്കാൻ ഒരൊറ്റ സാധനം മതി, ധനം. ഏറ്റവും അടുത്തിടപഴകിയിരിക്കുന്ന
കെട്ടിപ്പിടിച്ച് നടക്കുന്ന ബന്ധുക്കളെ പോലും ആരാക്കും? ശത്രുവാക്കും. ഉറപ്പാ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭ്രമങ്ങളിലേക്കൊന്നും പെടാതിരിക്കാനാണ് നമ്മൾ ഓരോന്നും പഠിക്കണതും ഓരോന്നും അറിയണതും ഓരോന്നും നമ്മൾ മനസ്സിലാക്കണതും. പക്ഷേ നമുക്കെല്ലാം എന്ത് പറ്റണു? ഈ ഓരോന്നിനെ അറിയും തോറും അതിലെല്ലാം നമ്മൾ കൂടുതൽ കൂടുതൽ അഹംബോധത്തെ വളർത്തി എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറ്റണില്ല? വേണ്ട തലത്തിലേക്ക് അതിനെ പ്രയോജനപ്പെടുത്താനോ അത് വേണ്ടവണ്ണം നമുക്ക് വിനിയോഗിക്കാനോ നമുക്ക് സാധിക്കും. ഞാൻ ഇന്നലെ പറയായിരുന്നു, ഒരു കണക്കിനൊന്നും പഠിക്കാതിരിക്കണതാണ് നല്ലത്. എന്താ കാരണം? അഹങ്കാരം അത്രയും കുറയും ഇല്ലേ? ശരിയല്ലേ? കാശില്ലാത്തവൻ സുഖമായിട്ട് കിടന്നുറങ്ങും, കാശുള്ളവനോ ഇറങ്ങാൻ പറ്റുമോ? അവന് വന്നേരെ പറ്റുമോ? ഇല്ല. എന്താ കാരണം? കാശ് ഓർത്ത് കിടക്കും, അവന് പ്രഷർ കൂടും, രാത്രി ഉറക്കം ഉണ്ടാകത്തില്ല. കാശില്ലാത്തവൻ എല്ലാം ചിന്തിക്കണം, ഒരു വകയും ചിന്തിക്കേണ്ട, നാളത്തെ കാര്യം നോക്കണ്ട, കടക്കാരുടെ ആലോചിക്കേണ്ട, ബ്ലേഡുകാരുടെ ആലോചിക്കേണ്ട, പണയത്തെക്കുറിച്ചും ആലോചിക്കേണ്ട, വാടകയുടെ ആലോചിക്കേണ്ട. വഴി തേടി കിടന്നിറങ്ങി അവന് സുഖം, സ്വസ്ഥം. നാളെ രാവിലെ ആരെങ്കിലും വല്ലതും കൊണ്ട് തന്നാൽ കിട്ടിയെങ്കിൽ കഴിച്ചു സ്വസ്ഥം ഇല്ലേ? നമുക്കുണ്ടായിട്ടും കഴിക്കാൻ പറ്റണില്ല, മറ്റൊന്നില്ലാത്തതുകൊണ്ട് അവൻ കഴിക്കണില്ല. അത്രേ ഉള്ളൂ. ചിന്തിച്ചു നോക്കും. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെ നമുക്ക് ഒരു എന്താ പറയുക മനസ്സറിഞ്ഞ ഒരു സുഖമുള്ളത്? എന്തെങ്കിലും ഇല്ലാഞ്ഞിട്ടാണോ? എത്ര ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് നമുക്ക് പോലും നിശ്ചയമില്ല. ഉണ്ടോ? എവിടെയൊക്കെ വസ്തു ഉണ്ട്, എത്ര ഏക്കർ ഉണ്ടെന്ന് നമുക്കൊരു നിശ്ചയം ഇല്ല. ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ നമുക്ക് എന്തോ ഇല്ല, സനാമാനം എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഒരു തുള്ളി വെള്ളം അകത്തോട്ട് പോകണമെങ്കിൽ 4 തുള്ളി കണ്ണിൽ നിന്ന് പുറത്തോട്ട് ചാടിച്ചാലേ ആ ഒരു തുള്ളി വെള്ളം അകത്തോട്ട്. ശരിയാണോ ഞാൻ പറയണേ? ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് അവരുടെ ത്യാഗബുദ്ധിയാണ് എപ്പോഴും ജീവിതത്തിൽ സുഖമുണ്ടാക്കുക. എടുക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, കൊടുക്കാനൂടെ പഠിക്കണം. നമ്മൾ കൊടുക്കുവോ? പറ്റുമെങ്കിൽ അപ്പുറത്തോട് ഇങ്ങോട്ടും എടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ പുത്രനോ പുത്രിയോ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനെ അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനൊരു പരിധി വരെ നമ്മുടെ ജീവിതം തന്നെ അവരത് മാതൃകയാക്കും. നമ്മളറിയാതെ നമ്മളെ അവര് പഠിക്കുന്നുണ്ടാവും. അപ്പൊ പുത്രപൗത്രാദികൾ ഉണ്ടാവണം എന്ന ആശ വ്യാസൻ ഉണ്ടായതുകൊണ്ട് വ്യാസൻ ആലോചിച്ചു കല്യാണം കഴിച്ചാലോ എന്ന്. അപ്പോഴാലോചിച്ച കല്യാണം കഴിച്ചാൽ വലിയ പാടാ. ഇതെല്ലാം പാടാ, ചെലവിന് കൊടുക്കണം അല്ലേ? പറയുന്നത് അന്നേരം സാധിച്ചു കൊടുത്തില്ലേ അവള് പിണങ്ങി പോവും, പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ നിൽക്കണം അല്ലേ? ഇതുകൊണ്ടൊന്നുമല്ല വ്യാസൻ വിവാഹ ജീവിതം ദുർഘടമാണെന്ന് പറയാൻ കാര്യം. എന്താ കാരണം? പ്രാകൃതന്മാരായിട്ടുള്ളവർ ആ ഗാർഹസ്ഥ്യധർമ്മത്തിൽപ്പെട്ട് ഉഴലും, അവൻ കര കയറത്തില്ല അവിടുന്ന്. നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ കിടക്കുക പന്നിയെ പോലെ. നമ്മൾ ശരിക്കും പന്നിയെ പോലെ. എന്താ കാര്യം? പന്നിയെ ചളിക്കുണ്ടിയിൽ എടുത്തു മാറ്റി കുളിപ്പിച്ച് സ്പ്രേയും അടിച്ച് വില കൂടിയ പൗഡറും ഇട്ട് നല്ല പട്ടുമെത്തെ കൊണ്ട് കിടത്തി ഒരു കമ്പിളിയിട്ട് പതിപ്പിച്ച പന്നി അവിടെ കിടക്കുവോ? അവനെവിടാ ഇഷ്ടം? അവൻ പിന്നെയും ചളിക്കൊണ്ടി പോകും. ഇതുപോലെ നമ്മളും ഈ ഗാർഹസ്ഥ്യം എന്ന ചളിക്കുണ്ടിൽ നമ്മൾ വിട്ടു. എന്തുകൊണ്ടാ ചളിക്കുണ്ടാ നേരം? നമ്മളത് ചളിക്കുണ്ടാക്കിയതുകൊണ്ടാ. വേണ്ടവണ്ണം ഗാർഹസ്ഥ്യ ആശ്രമത്തെ കൊണ്ടു നടക്കാൻ നമുക്കറിയാതെ വന്നതുകൊണ്ടാണ് ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നമുക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കുന്നത്. കാരണം നമ്മുടെ ബ്രഹ്മചര്യം വേണ്ടവണ്ണം നമ്മൾ അനുഷ്ഠിച്ചിട്ടില്ല. ബ്രഹ്മചര്യം ഭംഗിയായി അനുഷ്ഠിച്ചവന് ഗാർഹസ്ഥ്യം പ്രശ്നമല്ല. അവൻ അത് കഴിഞ്ഞാൽ അടുത്ത ആശ്രമത്തിലേക്ക് പോകും, വാനപ്രസ്ഥത്തിലേക്ക് പോകും, അവിടുന്ന് അവൻ കിടന്ന് സന്യാസത്തിലേക്ക് പോകും. നമ്മൾ എവിടെ വരെ പോണുണ്ട്? വേണമെങ്കിൽ ഗാർഹസ്ഥ്യം വേണ്ടവണ്ണമല്ല അനുഷ്ഠിക്കുന്നത് എങ്കിൽ പോലും ഗാർഹസ്ഥ്യം എന്ന രണ്ടാമത്തെ തലം വരെ നമ്മൾ എത്തുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് നമ്മൾ പോണില്ല.
ഉണ്ടാ ഇന്ന് പറഞ്ഞത് അതിനുള്ള കാലമായില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതുകൊണ്ടാണ്. കാരണം മാനഭസത്തിലേക്ക് പോലും കടക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ എന്തുകൊണ്ടാ ഇതൊന്നും ഇട്ടെറിഞ്ഞിട്ട് പോകാൻ വയ്യ. അതുകൊണ്ടാണ്. അല്ല വേറെ കുഴപ്പം പോകാൻ ഇടവില്ലാഞ്ഞിട്ടോ പറ്റാത്തതുകൊണ്ടല്ല, നമുക്കിതൊന്നും കളഞ്ഞിട്ട് പോകാൻ മനസ്സില്ല. ധനം കളയാൻ വയ്യ, മക്കളെ കളയാൻ വയ്യ, ബന്ധുക്കളെ കളയാൻ വയ്യ, കൊച്ചുമക്കളെ കളയാൻ വയ്യ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കളയാൻ. ഇപ്പോൾ ഭർത്താവിന് ഭാര്യ കളയാൻ വലിയ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ വേണേൽ പൊക്കോളും, ആ വഴിക്ക് പൊക്കോളും എന്ന് പറയും. പക്ഷേ മക്കളെയും കൊച്ചുമക്കളെയും ധനവും ഒന്നും കളയാൻ നമുക്ക്. കാരണം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സുഖം തരുന്നത് എന്നൊരു മിഥ്യാധാരണ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇല്ലേ? മക്കളെ കാണുമ്പോഴുള്ള സന്തോഷമാണോ കൊച്ചുമക്കളോട്? ആണോ? അല്ല. എന്താ കാരണം? ഇതെല്ലാം എന്റേതാന്നൊരു തോന്നലുണ്ട്, അല്ലേ? ഞാൻ സംശയിച്ചു വെച്ചോട്ടെ, മോന്റെ കൊച്ചിനോട് തോന്നുന്ന അത്രയും താല്പര്യം മോടെ കൊച്ചിനോട് തോന്നുന്നു? ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞാൽ മതി. നമ്മുടെ മകന്റെ കുഞ്ഞിനോട് തോന്നുന്ന അത്രയും താല്പര്യം നമ്മളുടെ മക്കളുടെ കുഞ്ഞിനോട് തോന്നും. ഞാൻ ആൺപിള്ളേരുണ്ടോ പെൺപിള്ളേരുണ്ടോ ഞാൻ ചോദിച്ചത്, മകന്റെ കുട്ടിയോട് തോന്നുന്ന അത്രയും ഒരു അറ്റാച്ച്മെന്റ് മകളുടെ കുട്ടിയോട് തോന്നുമോ ഇല്ലയോ? ഒച്ചത്തിൽ പറയണ്ട, എന്നെ കണ്ണുകൊണ്ട് കാണിച്ചാൽ മതി ഉണ്ടെന്നോ ഇല്ലെന്നോ. കാരണം പെമ്മക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഇനി അവര് നാളെ എടുത്തിട്ട് ഇടിക്കാൻ വരും. ഉണ്ട് അത് വേണ്ട. മക്കളല്ല വന്ന് അത് ഞാൻ അംഗീകരിക്കുന്നു. മക്കളെ നമ്മൾ ആൺമകൻ പുത്രനായാലും പുത്രിയായാലും നമ്മളെ അവർ ഒന്നുപോലെ കാണും, ഒരു പരിധി വരെ. അതും ഒരു പരിധി വരെ ഉള്ളൂ. ഞാൻ ചോദിച്ചത് മകനുണ്ടാവുന്ന സന്തതിയോട് തോന്നുന്ന അത്രയും അറ്റാച്ച്മെന്റ് മകൾക്കുണ്ടാവുന്ന സന്തതിയോട് തോന്നുമോ എന്നാ എന്റെ ചോദ്യം. രഹസ്യമായിട്ട് എന്റെ ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് തോന്നത്തില്ല. മക്കളോടല്ല കൂടുതൽ താല്പര്യം തോന്നുക, മകന്റെ മക്കളോട് താല്പര്യം തോന്നുക. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അല്ലല്ല അതുകൊണ്ടല്ല, അത് എന്റെ മക്കള്. ഏത്? മകന്റേത്. മറ്റേത് അവരുടെ മക്കള്. അല്ല, ഞാൻ കമ്മ്യൂണിറ്റിയോ ഞാൻ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കമ്മ്യൂണിറ്റിയുടെ വിഷയമോ അല്ല ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും സാധാരണമായിട്ടുണ്ടാകുന്ന മനസ്സിന്റെ ഒരു വ്യവഹാരമാണ് ഞാൻ ഈ പറഞ്ഞത്. മകനുണ്ടാകുന്ന പുത്രൻ എന്ന് പറയല്ലേ, പുത്രി എന്ന് പറയുന്നത് എന്റെ സ്വന്തവും, മറ്റേത് എപ്പോഴും കാണുമ്പോൾ എല്ലാം ഒരുപോലെ ആയി തോന്നും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വ്യവഹാരമാണ് ഇതിനെ ഒരു 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 ഇതിനു വേണ്ടിയിട്ടെങ്കിലും ഒരു ഉണ്ടാവും. ഇല്ല എന്നൊക്കെ നമ്മളിപ്പം ന്യായം അടിക്കും. കാരണം നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നത്, തുറന്ന് പറയാനും പറ്റത്തില്ല. മകളുടെ കൊച്ചിനോട് അത്ര സ്നേഹമില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അത് കുടുംബം ഉണ്ടാകുന്ന കേസാണ്. അല്ലെ ചിലപ്പോൾ നാളെ ഇച്ചിരി വെള്ളം തരേണ്ടത് മോളായിരിക്കും, മോളെ കൊച്ചിനോട് താല്പര്യം അവിടെ വെള്ളം തരുമത്തില്ല. അതൊക്കെ ശരിയാ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഓരോന്നിനോടും ഉണ്ടാകുന്ന താതാത്മ്യം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നിനോടും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി മറ്റൊരു തലത്തിലേക്ക് പോകണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാത്തതിന്റെ കാരണം. എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു തോന്നുന്നു, അതുകൊണ്ട് കൊട്ടത്തേങ്ങ പോലെ ജീവിക്കണമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞു തോന്നുന്നു. ഓർമ്മയുണ്ടാവും. നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? കൊട്ടത്തേങ്ങ പോലെ ജീവിക്കണം. ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷം പറഞ്ഞതുമല്ലോ ദൈവത്തിന്? ഉച്ചയ്ക്ക് പറയുന്ന വൈകുന്നേരം പറഞ്ഞ ഓർമ്മ ഓർക്കത്തില്ല. അന്നേരം അതിന് കഴിഞ്ഞ വർഷം
എന്താ കൊട്ടത്തേങ്ങ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? കേട്ടില്ല. വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് അതൊന്നുമല്ല. അത് പൊങ്ങി കിടക്കും, 3 ദിവസം കഴിയണം എന്നുള്ളതേ ഉള്ളൂ. കൊട്ടത്തേങ്ങ ഉള്ളിലൊന്നുമില്ലേ? വെള്ളമില്ല, അതല്ല കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത. കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത വെള്ളമില്ല എന്നുള്ളതല്ല. വെള്ളമില്ലാത്തതിന് ഉണക്കത്തേങ്ങ പറയാം നമ്മൾ. വെള്ളം പറ്റിയ ഉണക്കത്തേങ്ങ പറയാം. കൊട്ടത്തേങ്ങ അതല്ല. കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത ഇതൊന്ന് അടുത്തുണ്ട്. ഞാനെങ്ങനെ കേൾക്കുന്നേ? മനസ്സിന് കട്ടി കൂടുതലാണോ? ആർക്ക്? എന്നാ കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത ഇതൊന്നുമല്ല. ചിരട്ടയിൽ നിന്നുള്ള ബന്ധം വേർപെട്ടിരിക്കും. ചിരട്ടയായിട്ട് വല്ല ബന്ധമുണ്ടോ കൊട്ടത്തേങ്ങയ്ക്ക്? ഉണ്ടോ? ഇല്ല. കാമ്പ് ചുരുങ്ങി ചിരട്ടയിൽ നിന്നുള്ള ബന്ധം വേർപെട്ടിരിക്കും. ഈ ചിരട്ട എപ്പോ പൊട്ടിച്ചാലും കാമ്പിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല. ഇതുപോലെ ആയിരിക്കണം ജീവിതം എന്നും പറഞ്ഞ് ഇന്ന് വീട്ടിൽ ചെന്ന് പറയരുത്. സ്വാമി പറഞ്ഞു കൊട്ടത്തേങ്ങ പോലെ ജീവിക്കണം, അതുകൊണ്ട് ഇന്ന് പോലെ ചേട്ടൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ് പോകാനല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാവിധമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. എന്നാൽ ഒന്നിനോടും യാതൊരു വിധമായ അറ്റാച്ച്മെന്റ് ഉണ്ടാവാനും പാടില്ല. ചെയ്യാനുള്ള ദൗത്യം മുഴുവൻ ആത്മാർത്ഥമായി തന്നെ ചെയ്യണം. ഭർത്താവിനെ ശുശ്രൂഷിക്കണമെങ്കിൽ ഭർത്താവിനെ ആരെ പോലെ ശുശ്രൂഷിക്കണം? ആരെ പോലെ സൂക്ഷിക്കണം? എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ കാണുന്ന ആരെ പോലെ? പോട്ടെ, എന്തായാലും പോട്ടെ. ദൈവത്തെ പോലെ സൂക്ഷിക്കണം. മക്കളെയും അതേപോലെ കാണണം, ഇല്ലേ? തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുകയും വേണം. എന്നാൽ ഒന്നിനോടും യാതൊരു വിധമായ അറ്റാച്ച്മെന്റും നമുക്കുണ്ടാവാൻ പാടില്ല. അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ എന്താ കുഴപ്പം? ദുഃഖം ഉറപ്പാ. കാരണം എന്താ? ഏതൊന്നിനോട് അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടാവുന്നോ അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവും. ഇനി അതിനെ ഇട്ടേച്ചു പോകേണ്ടി വന്നാലും ദുഃഖമാണ്. അതുകൊണ്ടാ നമുക്കൊന്നും ജീവൻ അത്ര പെട്ടെന്ന് പോവില്ല. എന്താ കാരണം? ഈ അറ്റാച്ച്മെന്റ് കൂടുന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ പറയണേ? പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയണേ? അപ്പൊ അതുകൊണ്ട് ഒന്നിനോട് ഒരു അറ്റാച്ച് എന്ന് വെച്ചാൽ ഇപ്പൊ 2 തരത്തിൽ അതിനെ ചിന്തിക്കാം. ഒന്ന്, ഗൃഹമാകുന്ന ചിരട്ടയ്ക്കുള്ളിൽ, വീടാകുന്ന ചിരട്ടയ്ക്കുള്ളിൽ നമ്മൾ താമസിച്ചാലും നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന സർവകർമ്മങ്ങളും ചെയ്യുന്നതോടൊപ്പം ഒന്നിനോടൊരു ബന്ധമില്ലാതിരുന്നാൽ എന്താ ഗുണം? ഈ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങി പോവേണ്ടി വന്നാലും എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല. രണ്ടാമത്തെ അവസ്ഥ, ശരീരമാകുന്ന ചിരട്ടയ്ക്കുള്ളിൽ ഞാനെന്ന സ്വരൂപമായിരിക്കുന്ന കാമ്പ് ഈ ശരീരം വിട്ട് എപ്പോ പോവേണ്ടി വന്നാലും അന്നേരവും ദുഃഖം. എന്താ നമുക്ക് ദുഃഖം? എന്റേതെന്നുള്ള ബോധമുള്ളതുകൊണ്ട്. നമുക്കെല്ലാം ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ടാണ് മുമ്പേ ഞാൻ പറഞ്ഞ എന്റെ ശരീരത്തെ തൊട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന ആളാണെന്ന് പറയണത്, അല്ലേ? എന്റേതാണെന്ന് പറയുന്നത് ശരീരത്തിൽ തൊട്ടുകൊണ്ടല്ലേ? ആണോ അല്ലേ? അപ്പൊ ആ ശരീര അഭിമാനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനെല്ലാം ഇട്ടെറിഞ്ഞു പോകാൻ വയ്യാത്തത്. അത് നമുക്ക് എപ്പോ സാധ്യമാവുന്നോ അപ്പൊ നമ്മൾ ജ്ഞാനിയായി. എന്തിനേയും ഏത് സെക്കൻഡിലും ത്യജിക്കാനുള്ള മനസ്സുണ്ടോ? ഇപ്പോഴത്തെ യോ പിള്ളേരോട് ചോദിച്ചാൽ മതി, അവർ പറയും എപ്പോ വേണമല്ലോ അവരെന്തോ ചെയ്യും. എന്തോ ചെയ്യും? എടി അവരുമായിട്ടുള്ളത് ബ്രേക്കപ്പായി. മറ്റേതോ ഞാൻ അയൺ ചെയ്തു, അല്ലേ? ഇപ്പൊ പിള്ളേർ ഇസ്തിരി ഇട്ടു എന്നൊക്കെയാ പറയുന്നത്. ഞാൻ അയൺ ചെയ്തു വിട്ടു എന്നാ. എന്താ കാരണം? ഒരു ഇതുമില്ല, ഒരു അറ്റാച്ച്മെന്റും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ഉണ്ട് ഇല്ല. നോയെങ്കിൽ പോയി കിട്ടിയെങ്കിൽ കിട്ടി, അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ഒരു കണക്കിന് അതാ നല്ലത്. എന്താണ്? പോകുമ്പോൾ സങ്കടവും ഇല്ല, കിട്ടിയായിട്ട് വലിയ സന്തോഷവും.
മനസ്സിനെ ആ തലത്തിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിയണം, ഓരോന്നിൽ കൂടി എന്നും പറഞ്ഞ് കുടുംബജീവിതം അങ്ങനെ നശിപ്പിച്ച് കാണാനല്ല ഞാൻ പറയുന്നതിനർത്ഥം. അപ്പം പിന്നെ പെൺപിള്ളേർക്കാർക്കും കുടുംബജീവിതം ഒന്നും വേണ്ട. ഒരു 6 മാസം നോക്കും, ട്രയൽ പറ്റിയില്ലെങ്കിൽ അടുത്ത ആളുടെ തപ്പും, അങ്ങനെ അങ്ങ് പൊക്കോളും ജീവിതം, കുഴപ്പമില്ല. പെണ്ണായാലും ആണായാലും ഒക്കെ. പെൺപിള്ളേരെ മാത്രം പറയാൻ പറ്റുമല്ലോ, ആണുങ്ങളും ഇപ്പം അങ്ങനെയല്ല, അവർക്കും ഇപ്പം കല്യാണം വേണ്ടല്ലോ, കാരണം ഫ്രീഡം കുറയുന്നതാണ്. അപ്പോൾ ജീവിതത്തിലെ ഓരോന്നിനോടും തോന്നുന്ന അറ്റാച്ച്മെന്റ് നമുക്ക് ആത്യന്തികമായി നൽകുന്നത് ദുഃഖമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി, അതുകൊണ്ട് ആ ശരീരത്തിനോട് പോലും യാതൊരു വിധമായ മമത്വവും ഉണ്ടാവാൻ പാടില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ശരീരം വീഴാതിരിക്കാൻ നമ്മൾ നോക്കുന്ന ഓരോന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മരുന്ന് കഴിച്ച് ഇന്ന് വരെ ഏതെങ്കിലും ഒരു രോഗം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ ഈ രോഗം ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിത്തരാം? പറ്റുമോ? ഇല്ല. പിന്നെന്തിനാ നമ്മൾ മരുന്ന് കഴിച്ച്? ഈ രോഗത്തിന് മരുന്ന് കഴിച്ചപ്പോ അതിനൊരു ഇച്ചിരി ശമനം ഉണ്ടായപ്പോ അടുത്ത ആള് മുകളിലോട്ട് കയറി ഇരുന്നു. ആണോ അല്ലയോ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? പ്രഷറിന് ഗുളിക കഴിച്ചു തുടങ്ങിയതാണ്, ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിനൊരു ഇച്ചിരി കുറവ് വന്നപ്പോൾ വേറൊരാൾ മുകളിൽ കയറി. ആര് കയറിയിരുന്നു? ഷുഗർ കയറിയിരുന്നു. ഷുഗറിന് മരുന്ന് കഴിച്ചു തുടങ്ങി കുറെ കഴിഞ്ഞപ്പം വേറൊരാൾക്ക് പ്രശ്നമായി. ആർക്ക് പ്രശ്നമായി? കിഡ്നിക്ക് പ്രശ്നമായി. ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്ന സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാർക്ക് അവസാനം കിട്ടുന്ന സാധനമാണിത്, കിഡ്നിയുടെ കംപ്ലൈന്റ്. അപ്പം ഏതിനാ നമ്മൾ ചിന്തിച്ചു നോക്കുന്നേ? നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഓരോന്നിനെ ശമിപ്പിക്കാൻ നോക്കുമ്പോൾ മറ്റൊന്ന് അതിന്റെ മുകളിൽ കയറി ഇരിക്കുക അല്ലേ? ആണോ അല്ലയോ? പണ്ട് പറയില്ലേ, ഒരു കള്ളം പറഞ്ഞാൽ അതിനെ സത്യം, പിന്നെ അതിനെ ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 100 കള്ളം പറയണം എന്ന് പറഞ്ഞതുപോലെ ഒന്നിനെ ശമിപ്പിക്കാൻ നോക്കുമ്പോ അതൊന്ന് അടങ്ങി കഴിയുമ്പോൾ അടുത്ത ആൾ അതിന്റെ മുമ്പിലോട്ട് കയറിയിരിക്കും. ഇങ്ങനെ ഓരോന്നിനെ ഒതുക്കാൻ നോക്കും തോറും ഓരോന്ന് മുമ്പോട്ട് കയറി വരും. അവസാനം നമ്മുടെ കാര്യം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പെരുന്നേല് ആ നീതി മെഡിക്കൽ സ്റ്റോറിൽ ആണെന്ന് തോന്നുന്നു ചെന്ന് അവിടെ നിന്നപ്പോ, അല്ല മെഡിക്കൽ സ്റ്റോറിൽ കുന്നുംപുറത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് നിന്നപ്പോ ഒരു പെൺകുട്ടി വന്നിട്ട് മരുന്ന് മേടിക്കുന്നു. 4-5 കൂട്ടം മരുന്നുണ്ട്, 2900 സംതിങ് രൂപ. ഒരു മാസത്തെ ഗുളികയ്ക്കുള്ള വകയാന്നേ. 30 എണ്ണം വീതം 2 നേരം കഴിക്കുന്നതാണോ 3 നേരം കഴിക്കണമെന്ന് അറിയില്ല. എന്തായാലും 30 ഗുളിക വീതമുണ്ട്. 2900 സംതിങ് ആയി. 2600 കിലോനാണ്ട് ആ കൊച്ചു കൊടുത്തേച്ച് പോയി. നമ്മൾ ഒരു പിടി ചോറ് വാരിയാൽ അതിന്റെ പകുതി അവിടെ ഇട്ടേച്ച് പകുതി കഴിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ എത്രയൊക്കെ പിടി ഗുളിക കാണും? 2 പിടി ഗുളിക നമ്മുടെ കയ്യിൽ കാണും. എന്തിനാ ഇതെല്ലാം കഴിക്കുന്നത്? ഈ ശരീരം വീഴാതിരിക്കാനുള്ള ഇടപാടാണ്. ഇതിനെ എങ്ങനെയും പിടിച്ചു നിർത്തി കെട്ടിപ്പ് നിർത്തി പറ്റുമെങ്കിൽ കുറച്ചു കാലം കൂടെ ഒക്കെ ഇവിടെ ഒന്ന് വിലസി ജീവിക്കണം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാവരും ഒന്നിനു വേണ്ട. അല്ലെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആരും ചിന്തിച്ചിട്ടോ ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന്? ചിന്തിച്ചിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി എന്താ ചെയ്യണം? മക്കളുടെ അടുത്ത് കാര്യം എടുത്തൊരു ഏറ് വെച്ചു കൊടുക്കും. പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്താ കാര്യം? അല്ല, ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇല്ല, വെള്ളത്തിൽ പൊങ്ങുകളി പൊങ്ങിക്കിടക്കുന്ന പോലെ ഒന്ന് മുങ്ങും, ഇച്ചിരി ഒന്ന് ഒഴുകും, എവിടെയും തട്ടി നിൽക്കുമ്പോൾ അവിടെ നിൽക്കും. പിന്നെ അടുത്തൊരു ശക്തമായ വെള്ളം വരുമ്പോൾ ഒന്ന് വട്ടം കറങ്ങിച്ച് അപ്പുറത്തോടെ ഒരു പോക്ക് പോകും. ഇല്ലേ? ഇന്ന് പോയിരുന്നൊന്ന് ചിന്തിക്കണം. ഉച്ചയ്ക്ക് ഊണം കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങരുത്. ചെന്ന് വീട്ടിൽ പോയിരുന്ന് കുത്തിയിരുന്നൊന്ന് ആലോചിക്കും, ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ട്? ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് ഈ ജീവിതം വെറുതെ വൃഥാവിലാക്കി കളഞ്ഞു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു. കല്യാണം കഴിഞ്ഞപ്പോഴോ
ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭാര്യയുടെ ഇഷ്ടം കൂടെ നോക്കി ജീവിച്ചു. പിള്ളേരുണ്ടായപ്പോഴോ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ച് അവസാനം വന്നപ്പോഴേക്കും നമുക്ക് ജീവിക്കാനുള്ള നേരം. അപ്പൊ പിന്നെ ഈ ശരീരം, ഈ ഒരു ജന്മം ഈ ഭൂമിയിൽ കിട്ടിയിട്ട് എന്ത് നേട്ടം ഉണ്ടാക്കിയ? നാളെ നമ്മളെ ഓർക്കാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു വകയില്ല. അതുകൊണ്ട് ചത്ത് കഴിഞ്ഞാൽ 16 ആവുന്നതിന് മുമ്പേ ഉള്ളത് എവിടെയെങ്കിലും വല്ല തോട്ടിലോ ആറ്റിലോ കൊണ്ട് കലക്കി കളഞ്ഞിട്ട് അവരവരുടെ നാട്ടിന് പോണത്. പിന്നെ തിരിഞ്ഞു നോക്കുവോ വഴിക്കോട്ടെ? ഇനി ജീവിച്ചിരുന്നാൽ തന്നെ തിരിഞ്ഞു നോക്കാറുണ്ടോ? അവരൊരു പോക്ക് പോവും. മാസം തോറും വന്നാൽ 10,000, 15,000, 25,000 രൂപ അയച്ചു വരും. വീഡിയോ കോളിൽ ഹായ് മാമി എന്നൊരു വിളിക്കും. കഴിഞ്ഞു ഇടപാട്. ഇവിടെ കിടന്ന് ഊർദ്ധം വലിക്കാം മോനെ. അവൻ വരുവോ? വരത്തില്ല. അവനറിയാൻ വന്നാൽ തൊല്ലയാന്നറിയാം. അതുകൊണ്ട് അവൻ വരാൻ നിൽക്കത്തില്ല. ചിന്തിച്ചോളൂ, ശരിയാണോ ഞാൻ പറയണേ? പണ്ട് കാലത്ത് കുഞ്ഞു വീട്ടിൽ 10 എണ്ണം ഒന്നിച്ചുണ്ടായിരുന്നു, ഇല്ലേ? ആണല്ലേ? ഒരു മുറിയോ 2 മുറിയോ ഉള്ള വീട്ടില് 10ഉം 15ഉം എണ്ണം ഒന്നിച്ച് കൂടിയിരുന്ന് കിടന്ന് ഉറങ്ങി ഒരു പാത്രത്തിലുണ്ട്, അല്ലേ? ഇന്ന് 10 മുറിയുള്ള വീട്ടിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം അല്ലേ 2 എണ്ണം. എന്തിയ ബാക്കിയൊക്കെ? ചിന്തിക്കുന്നേ. ആർക്ക് വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞേ? മക്കൾക്ക് വേണ്ടി. മക്കൾ എന്തിയേ? അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ജന്മം കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളതെന്നാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവുണ്ട്, 2 കൂടെയുള്ള കാശ് കൊടുത്തോണ്ട് എങ്ങോട്ട് പോക്കണം? എവിടാന്ന് വെച്ചാൽ പോക്കണം. ഇത്രയും കാലം മാറ്റിവെച്ച സർവ്വ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച നേരെ കാശിക്ക് പോക്കോളൂ. അന്നേരം ഓരോരുത്തർക്ക് അതിനും വയ്യ. എന്തോ കാശി എന്നാര് പറഞ്ഞു? കൊള്ളാം. നമ്മൾ പോയി നോക്കിയിട്ടുണ്ടോ? ഇതറില്ലല്ലോ. ചെന്നാ നമുക്ക് ഒരു അടി മണ്ണ് പറഞ്ഞിട്ടുണ്ടോ? ആ ഒരടി മണ്ണ് നമുക്ക് അവിടെ മാറ്റി കിട്ടിയിരിക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്ക് കൽപ്പിച്ചിട്ടുള്ളതാണ് എങ്കിൽ ഇതിന്റെ ഒരു രസം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം യജ്ഞത്തിന് വന്നൊരു സംഭവം. ഞങ്ങൾക്കന്ന് തീരുന്നെന്ന് ഉച്ചയ്ക്ക് ട്രെയിൻ കയറണം ഇവിടുന്ന് ഭോപ്പാലിന് പോകാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഇച്ചിരി മുൻകൂട്ടി വെച്ചത്. 1-ാം ദിവസം മുതൽ ഉച്ചയ്ക്ക് അമ്മയ്ക്ക് നേദിക്കുന്ന പടച്ചോറായിരുന്നു ഞാൻ ഇവിടെ കഴിച്ചോണ്ടിരുന്നത്. 8 ദിവസം അവിടെ അമ്മയ്ക്ക് നേദിച്ച പടച്ചോറാണ് ഇവിടെ കഴിച്ചോണ്ടിരുന്നത്. 9-ാം ദിവസം ഇതെല്ലാം നിർത്തി ദക്ഷിണയും വാങ്ങി എല്ലാം കഴിഞ്ഞ് ഞാൻ പെറുക്കി കെട്ടി ചെന്നപ്പോ എനിക്ക് ചോറില്ല. അവിടെ ചോറ് തീർന്നുപോയി. അവരുടെ പറ്റല്ല, ഞാൻ അത്രയും താമസിച്ചു. കാരണം എനിക്ക് പാക്ക് ചെയ്തിട്ട് അടുത്ത 2 മണിക്കോ 2:30ക്കോ കണ്ട ട്രെയിനാണ്. എനിക്കതിന് പോകണം. അപ്പൊ ഞങ്ങൾ ഫുൾ ടീം ഏതാണ്ട് ഞങ്ങൾ 4 പേര് ഒന്നിച്ച് കയറി പോവാ. ചെന്നപ്പോ ചോറില്ല. അവിടെ ചോറ് തീർന്നു. നല്ല ശോക്കി തിടപ്പള്ളി ചെന്ന് നോക്കിയപ്പം അവിടെ ഒരു ചോറ് ഇരിപ്പുണ്ട്. സാധാരണ ചേട്ടനെടുത്ത് കളയുന്നതാണ്, അന്നത്തെ ദിവസം കളഞ്ഞില്ല. ആ ചോറ് കൊണ്ടും തൈര് ഒഴിച്ചാണ് ഓടും കഴിഞ്ഞ ഞാൻ എല്ലാം എടുത്തോണ്ട് ട്രെയിനിൽ കയറിപ്പോയി. അപ്പൊ എനിക്കൊരു പിടി അന്നം വിധിച്ചിരിക്കണത് അത് ഇല്ലാതായോ? ആയോ? ഇല്ല. അവിടുന്ന് കിട്ടിയില്ലേ? 8 ദിവസം നീ എന്റെ ചോറാ ഉണ്ടായിരുന്നു. അങ്ങനെ 9-ാം ദിവസമായിട്ട് നീ മറ്റേ തിന്നേച്ച് പോകണ്ടടാവൂ എന്ന് അവര് തീരുമാനിച്ചു. എനിക്കുള്ളത് അവിടെ മാറ്റി വെച്ചു. അപ്പൊ എനിക്ക് അർഹമായിട്ട് ഒരു പിടി അന്നം ഉണ്ടെങ്കിൽ ആ അന്നം എനിക്ക് തന്നെ എങ്ങനെയും വന്ന് ചേരുവോ ഇല്ലയോ? പിന്നെന്തിനാ ഭയം? അപ്പൊ എനിക്കൊരു പിടി മണ്ണുണ്ടെങ്കിൽ ആ ഒരു പിടി മണ്ണ് എനിക്ക് കാശി സ്ഥലമില്ലാന്ന് തോന്നി ഞാൻ ചെല്ലുമ്പോ ആരെങ്കിലും എഴുന്നേറ്റ് അവിടെ നിന്ന് മാറിത്തരും എനിക്ക് ഇരിക്കാനുള്ള ഇടത്തിന്. എനിക്ക് അവിടെ ഇരിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ. പിടികിട്ടിയോ? നമ്മളെന്തൊക്കെയോ കൊണ്ടുവന്നോളൂ. മനസ്സിലായോ ആവോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കിട്ടിയിരിക്കണ ഈ സമയം, അല്ലെ കിട്ടിയിരിക്കണ ഈ ജീവിതം
ഓരോന്നും സ്വായത്തമാക്കുമ്പോൾ അതിൽ നമ്മൾ അഹങ്കാരം കൊള്ളാതെ അത് ഓരോന്നും നമുക്ക് നമ്മുടെ എന്താ പറയുക, ആ അഹംബോധത്തെ, അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ് ഓരോന്നും നമുക്കത് ഗുണകരമായി ഭവിക്കുക. അല്ലാത്തിടത്തോളം കാലം നമ്മളെ അധപ്പതിപ്പിക്കുകയുള്ളൂ. അല്ലാതെ ഒന്നിലും, മക്കളിലായാലും ധനത്തിലായാലും ഒന്നിലും യാതൊരു വിധമായ തരത്തിലുള്ള അമിതമായ മോഹവും വെച്ച് പുലർത്താൻ പാടില്ല. ഇന്നു മുതൽ അങ്ങനെ ഒന്ന് നോക്കൂ ജീവിതത്തിൽ. എനിക്കറിയാം, ഇഷ്ടം പോലെ ഉണ്ടെന്നറിയാം. അതിനോടൊന്നും ഒരു മോഹം വയ്ക്കാതെ ഒന്ന് ജീവിച്ചു നോക്കൂ. നീ സന്തോഷം കിട്ടാൻ വേറൊരു പണിയും കൂടെ പറഞ്ഞുതരാം. വീട്ടിൽ മരുമക്കളുണ്ടെങ്കിൽ അവരെന്തോ കൊണ്ടു തന്നാലും ചിരിച്ചോണ്ട് മേടിക്കുക. എന്തോ കൊണ്ടു തന്നാലും ചിരിച്ചോണ്ട് മേടിക്കാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അമ്മേ, അല്ലെ എങ്ങനെയുണ്ട് അച്ഛാന്ന് ചോദിച്ചാൽ എന്തു കുറ്റം ഉണ്ടെങ്കിലും സൂപ്പറായി മക്കളെ പറയും. ഇനി ഒന്നും കിട്ടിയില്ലയോ, അവരെന്തോട്ടെ അവിടെ ഇവിടെ അവിടെ കഴിഞ്ഞാൽ അവിടെ കൊടുത്തു. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലോ ഒരക്ഷരവും മിണ്ടാതിരിക്കുക, പോയി ചോദിക്കുകയും ചെയ്യും. വീട്ടിൽ എന്തുണ്ടാവും? നമുക്ക് സന്തോഷമായി. ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അസ്വസ്ഥത മുഴുവൻ. ഇല്ല, വേറെ ആരുമല്ല, അത് ആരും കാരണക്കാരല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് മുഴുവൻ. അപ്പൊ അതുകൊണ്ട് ഒന്നിനോടും യാതൊരു വിധമായ എന്ന് ഞാൻ പറയില്ല, പക്ഷെ അമിതമായ മമത്വം ഒന്നിനോടും വെച്ച് പുലർത്താതിരുന്നാൽ ജീവിതത്തിൽ എന്തുണ്ടാവും? സൗഖ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ചോറ് വിളമ്പിയപ്പം എല്ലാവർക്കും കണ്ണ് അങ്ങോട്ട് പോയി അല്ലേ? അതുകൊണ്ട് ഇനി ബാക്കി വൈകുന്നേരം ഈശ്വരാധീനം കൊണ്ട് ആരും ഇല്ല. അതുകൊണ്ട് വൈകുന്നേരത്തെ പറച്ചിൽ നാളെ ഉച്ചയ്ക്ക് നമുക്ക്